എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവേലിക്കര മെത്രാസനത്തിൽപ്പെട്ട കട്ടച്ചിറ സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഉയർപ്പ് ദിവസം, മനുഷ്യ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമിതി അംഗങ്ങളെല്ലാം പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. ആ പിഞ്ചു മകൻ്റെ, ബേസിൽ എന്ന് പറയുന്ന സഹോദരൻ്റെ വേർപാടിലുള്ള ദുഃഖം രേഖപ്പെടുത്തുകയാണ്. എങ്കിൽ തന്നെയും ആ അടക്കത്തിൽ അവിടെ നടന്ന പൈശാചിക ഇടപെടിയിൽ അല്ലെങ്കിൽ അവിടെ നടന്ന കയ്യാങ്കളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ പ്രതിഷേധിക്കുകയാണ്. ഇങ്ങനെയൊരു അടക്കം, ബേസിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ അടക്കം അവിടെ ഉണ്ട് എന്ന് പോലീസ് മുൻകൂട്ടി അറിയിച്ചപ്പോൾ തന്നെ അതിന് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയും ആ മൃതശരീരം അവിടെ മാന്യമായും ഏറ്റവും ആദരപൂർവ്വം അടക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുവാൻ വികാരി എന്ന നിലയിൽ ജസ്റ്റിൻ അച്ഛൻ തയ്യാറാണെന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും വികാരിയുടെ സേവനങ്ങൾ വേണ്ട എന്ന് കൃത്യമായി മറുപക്ഷം പറയുകയും ചെയ്തു. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സെമിത്തേരിയിൽ മറുപക്ഷം മൃതശരീരം അടക്കുന്നത് കേരള സർക്കാർ അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊടുത്ത ഒരു സെമിത്തേരി ഓർഡിനൻസിനാണ്, അല്ലെ സെമിത്തേരി നിയമത്തിലാണ്. ആ നിയമത്തിൽ വ്യക്തമായി പറയുന്നത് വികാരിയുടെ സഹായത്തോടെ അല്ലെ വികാരിയുടെ നേതൃത്വത്തിൽ ദേവാലയത്തിൽ വെച്ച് അവർക്ക് ശുശ്രൂഷകൾ നടത്താമെന്നും ഏതെങ്കിലും കാരണവശാൽ വികാരി അവർക്ക് താല്പര്യമില്ല, അവർക്ക് ഇഷ്ടമുള്ള വൈദികരെ ആണ് ചെയ്യേണ്ടതെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള വൈദികർ ഉപയോഗിച്ചാണ് അന്ത്യശുശ്രൂഷകൾ നടത്തേണ്ടതെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് ഇത് നടത്തുകയും അന്ത്യശുശ്രൂഷകൾ നടത്തുകയും സെമിത്തേരിയിൽ കൊണ്ടുവന്ന് മറവ് ചെയ്യാം എന്നുള്ളതാണ് സെമിത്തേരി നിയമം തരുന്ന അവകാശം. ഇതനുസരിച്ചാണ്, ഈ സെമിത്തേരി നിയമം അനുസരിച്ചാണ് അവിടെ മൃതശരീരം അടക്കുവാൻ ശ്രമിച്ചതും അടക്കുവാൻ നടന്നതും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നിയമം ലംഘിച്ച് സംഘർഷങ്ങളുണ്ടാക്കി 3-4 വൈദികർ, സ്ഥിരമായി അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന 3-4 വൈദികർ അവിടെ പ്രവേശിച്ചാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടായത്. മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഗേറ്റ് തുറന്നിട്ട് കൊടുക്കുകയല്ലാതെ മറ്റൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല. എന്നാൽ ഒരു സ്വന്തം സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അവിടെ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കിയതിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പ്രതിഷേധമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ മലങ്കര ഓർത്തഡോക്സ് സഭ എടുക്കും. മലങ്കര സഭയുടെ പ്രോപ്പർട്ടി നശിപ്പിക്കുവാൻ ശ്രമിച്ചു, അവിടെ കയ്യാങ്കളി നടന്നു, അവിടെ റോഡിലും പള്ളിക്കകത്തും പള്ളിപ്പുരയിടത്തിലുമെല്ലാം മറുപക്ഷം പ്രതിസന്ധികളും ലഹളകളും കലഹവും ഉണ്ടാക്കുകയായിരുന്നു. അതിനെതിരെ പോലീസ് FIR ഇട്ടത് ഇതിനോടകം തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസിന് കൈമാറുകയും പോലീസിൽ ഇവിടെ നടന്ന ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല നിയമവിരുദ്ധമായ ക്രിമിനൽ ആക്ടിവിറ്റിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 14 പേരും കണ്ടാലറിയാവുന്ന മറ്റ് 10-15 പേർക്കെതിരെയാണ് കേസ്. ആ കേസിലെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ പൊതുസമൂഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നറിയുന്നതിൽ സഭയ്ക്ക് സന്തോഷമുണ്ട്. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് വേദനയും പ്രയാസവും ഉണ്ടെങ്കിൽ തന്നെയും അവിടെ നടന്ന പൈശാചികമായ മറുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തെ ശക്തമായി വിയോജിക്കുകയും സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായും കേരള സർക്കാർ മറുപക്ഷത്തിനായി ഉണ്ടാക്കിക്കൊടുത്ത സെമിത്തേരി ഓർഡിനൻസിന് വിരുദ്ധമായും പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഇവിടുത്തെ പോലീസ് അധികാരികളോട് താഴ്മയായി അപേക്ഷിക്കുകയും അതിനുവേണ്ടിയുള്ള നടപടിയുമായി മലങ്കര ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് പോകും. ഇതാരെയും പരാജയപ്പെടുത്തുവാനല്ല, ഈ രാജ്യത്തെ നിയമവും ഈ സ്ഥലങ്ങളിലെ നീതിന്യായ വ്യവസ്ഥകൾ നിലനിൽക്കേണ്ടത് സഭയുടെ മാത്രമല്ല സമൂഹത്തിൻ്റെയും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മറുപക്ഷം വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.